ഞെട്ടിക്കുന്ന വാർത്തയാണ്. 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ് കിണറ്റിൽ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2 മണിയോടെ അമ്മ ഈ കുഞ്ഞിനെ എടുത്ത് അച്ഛനടുത്ത് കിടത്തുകയും അവിടെ നിന്ന് അമ്മ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്ന സമയത്ത് കുഞ്ഞിനെ കാണാതായി എന്നുമാണ് ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത്. അമ്മയുടെ ഒപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത്. ഇപ്പോൾ അവിടുത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനാണ് നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, അതായത് ആ കുഞ്ഞിന്റെ അച്ഛനടുത്ത് കിടത്തി പോയതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതായത്. വീടിനോട് തൊട്ട് ചേർന്നുള്ള കിണറാണ്. ഒരു 1.5 മീറ്റർ മാത്രമേ വീട്ടിൽ നിന്ന് കിണറുമായി ദൂരമുള്ളൂ. ആ കിണറ്റിൽ നിന്നാണ് ഇപ്പോൾ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ അറിയാൻ ഇനിയും സമയമെടുക്കും. സ്വാഭാവികമായി ഈ കുഞ്ഞിന്റെ അച്ഛൻ കൂടെ ഇല്ലായിരുന്നു, കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. അരുൺ, കുറച്ചുകൂടി അവിടെ ഉള്ള ആളുകളിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ വരുന്നു. ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടി, മരിച്ച നിലയിൽ കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് കിട്ടിയെന്ന വിവരങ്ങൾ വരുന്നു. അരുണിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതായി എന്ന വാർത്ത ആദ്യഘട്ടത്തിൽ വന്നത്. 2.5 വയസ്സുള്ള ദേവേന്ദു എന്ന കുഞ്ഞിനെയാണ് കാണാതായത്. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് ദേവേന്ദു. ആ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു. ശ്രീതുവിന്റെ അടുത്ത് കിടന്നിരുന്ന കുഞ്ഞിനെ അച്ഛനടുത്ത് കിടത്തിയാണ് ശ്രീതു ശുചിമുറിയിൽ പോയത്. തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടില്ല. അതിനെ തുടർന്നാണ് വലിയ പരിശോധനകൾ നടത്തിയത്. ഇപ്പോൾ വീട്ടിലെ കിണറ്റിൽ നിന്ന്, വീടിനോട് 1.5 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കിണറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ വന്ന് കിണർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ കിണറ്റിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. 2.5 വയസ്സുള്ള ദേവേന്ദുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആൾമറയുള്ള കിണറാണ്. സ്വാഭാവികമായും 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് വാതിൽ തനിയെ തുറന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരാണിത് ചെയ്തത് എന്നതൊക്കെ അറിയണം. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. വീട്ടിൽ ആകെ 3 പേരും മറ്റൊരു കുഞ്ഞും മാത്രമാണ് താമസിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, ഈ അമ്മയുടെ സഹോദരൻ, പിന്നെ ഇവരുടെ മൂത്ത കുഞ്ഞ്. ഇത്ര പേർ മാത്രമുള്ള വീട്ടിൽ വെച്ചാണ് രാത്രി 2 മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും അതിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഇനി നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യമാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കോട്ടുകാൽ കോണത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. വീട്ടിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി നടത്തിയ പരിശോധനയിൽ വീടിനോട് തൊട്ട് ചേർന്നുള്ള കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു.